താങ്ക് യു. മാമി കൊണ്ടുവന്ന കപ്പലിൽ. കുഞ്ഞോ കൊതു വെച്ചുന്നുണ്ടോ? കൊതു കച്ചോ കുഞ്ഞിക്കാലേ കൊണ്ട് വായി കിടപ്പുണ്ട്. കൊണ്ടാണ് ഇങ്ങനെ മുൻവശത്തെ പല്ലേ വെച്ച് ചവയ്ക്കുക. ഞാനിമ്മളെ കഴിക്കാനാ പറയുന്നത്. അതിന് പറഞ്ഞിട്ടാ പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോനിക്കുട്ടൻ്റെ പിടിവളയും വാച്ചും ഞായറാഴ്ച അവിടെ പോയില്ലേ, അപ്പം അവിടെ ഇട്ടിട്ട് പോരുന്നു കേട്ടോ. ഇന്നിപ്പോൾ എടുത്തോണ്ട് വരാൻ എന്നെ വിളിച്ചു പറഞ്ഞത് എടുത്തോണ്ട് വരാവുള്ളൂ. പിന്നെ കപ്പലിൻ്റെ വാങ്ങിച്ചു. ഈ കുഞ്ഞു പൊതി ജാനിക്കുട്ടിക്ക് കൊടുത്തു. ഇത് ഇവിടുത്തേക്കുള്ളത് കേട്ടോ. മോനിക്കുട്ടൻ ഇപ്പൊ വരും. പാല് മേടിച്ചത് ഞാൻ വണ്ടിക്കകത്ത് വെച്ച് എടുക്കാൻ മറന്നുപോയി. രാവിലത്തേക്കല്ലെങ്കിൽ കേടാവത്തില്ല, അതിനത് എടുക്കാൻ അങ്ങോട്ട് പോയതാട്ടോ. ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള 2 പേരെ കണ്ടു. ഒരാളെ ഞാൻ ഈ കപ്പലിന്റെ മേടിക്കാൻ അവിടെ വണ്ടി നിർത്തിയപ്പോൾ കണ്ടു. പിന്നെ ഒരാളെ ആ ഷോപ്പിന്റെ അവിടെ വെച്ച് ഞാൻ കണ്ടു കേട്ടോ. പേരൊന്നും ഞാൻ 2 പേരോടും ചോദിച്ചില്ല, കണ്ടു മിണ്ടി സംസാരിച്ചു പോയതേ ഉള്ളൂ. വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞ് സന്തോഷം പറഞ്ഞ് സ്നേഹം പറഞ്ഞ് പോയി കേട്ടോ. വേറെ എന്താ ഇന്ന് വിശേഷം എന്ന് ചോദിച്ചാല് ഇന്നലത്തെക്കാട്ടിലും മെനഞ്ഞാന്നത്തേക്കാളും ഇച്ചിരി ഭേദമുണ്ട്. ഇന്ന് ഞാന് മോനിക്കുട്ടന്റെ സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് PTA മീറ്റിംഗ് ഉണ്ടായിരുന്നു. PTA മീറ്റിംഗ് അല്ല, PTAയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ മീറ്റിംഗ്. ആദ്യത്തെ മീറ്റിംഗ് അമ്മ തീർത്തി വെച്ച് ഓട്ടോയ്ക്കാക്കളെ വന്നേ. എനിക്കാണ് അമ്മയ്ക്ക് വെയിൽ കൊള്ളാൻ വയ്യായിരുന്നു. 1:30ക്കാണ് മീറ്റിംഗ് വെച്ചിരുന്നത്. എനിക്ക് വെയിൽ കൊള്ളാൻ വയ്യ. കാരണം പറഞ്ഞില്ലേ, കുറച്ച് ദിവസമായിട്ടുള്ള ആ വേദന അസ്വസ്ഥതയൊക്കെ ഇന്ന് ഇത്തിരി ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു ഓട്ടോ വിളിച്ച് അവിടെ പോയി മീറ്റിംഗ് കയറിയിട്ട് ഓട്ടോയിൽ തന്നെ തിരിച്ചങ്ങ് പോവായിരുന്നു. എന്നിട്ട് തന്നെ ഒരു 3/4 മണിക്കൂറോളം ആ ഓട്ടോ അവിടെ വെയിറ്റ് ചെയ്തു. അതുകൊണ്ട് അമ്മ മോനിക്കുട്ടനെ കാണാനൊന്നും നിന്നില്ല, എളുപ്പം നീങ്ങി പോരുന്നു. ആ ഓട്ടോ ഡ്രൈവർ ആണെങ്കിൽ പുള്ളി ഭക്ഷണം പോലും കഴിച്ചില്ലായിരുന്നു ഉച്ചയ്ക്ക്. ഞാൻ വിളിച്ചോണ്ട് വന്ന് പട്ടിണിയായിരുന്നു. പിന്നെ ഞാനും കഴിച്ചില്ല. ഞാനും അത് മീറ്റിംഗ് കഴിഞ്ഞ് ചിലപ്പം പോയി എന്തെങ്കിലും കഴിക്കണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ 3 മണിയൊക്കെ ആയി. പിന്നെ കഴിഞ്ഞില്ല, കുറച്ചുകൂടെ ഒക്കെ സംസാരിക്കാനൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ഞാൻ പോവാന്ന് പറഞ്ഞിട്ടെങ്കിൽ പോരുമായിരുന്നു. പിന്നെ എന്താണ് ഇന്നത്തെ പകലത്തെ വിശേഷങ്ങൾ, അതൊക്കെയായിരുന്നു കേട്ടോ. കുറെ വ്യത്യാസമുണ്ട്. എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഈ എഡ് പിടിയുന്നില്ല, ഇഞ്ചക്ഷൻ ചെയ്യുന്ന പോലെ എനിക്ക് വേദനയും അസ്വസ്ഥതയും. പിന്നെ അതങ്ങോട്ട് ഇന്ന് 2 ദിവസം ഇങ്ങനെ നിന്നില്ല. കാലിന്റെ വെള്ള വരെ എനിക്ക് വേദനയായിരുന്നു കേട്ടോ. അപ്പം കമ്മൽ ഞാൻ ഊരി വെച്ചതാണ്. കമ്മൽ കല്ലുള്ള കമ്മലായിരുന്നത്. ഇരുന്നപ്പോ ഉണ്ടല്ലോ എന്റെ ചെവിക്ക് ഭയങ്കര ഭാരം തോന്നുന്നത്. ഞാനത് ഊരി പേഴ്സിനകത്ത് വെച്ച്. എല്ലാരും ചോദിച്ചു കമ്മൽ എന്ത് ചെയ്യാൻ. പിന്നെ കിട്ടും അമ്മയുടെ ബാഗ് ഇങ്ങനത്തെ. മോനിക്കുട്ടൻ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്തിനാണെന്നറിയാമോ? മോനിക്കുട്ടനും മുത്തിനും കൂടെ ആണ് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കുന്ന കൂട്ടത്തിൽ മോതിരം മേടിച്ചു കൊടുത്തായിരുന്നു. അത് തിരിച്ചു വണ്ടിയെ കയറി, കാറിന് പോയപ്പോഴാട്ടോ, തിരിച്ചു വണ്ടിയെ കയറി ആ കാറിനകത്തിരുന്ന് അതെടുത്ത് ആ പൊതി അഴിച്ച് ആ മോതിരം ആ വണ്ടിക്കകത്ത് എവിടെയോ പോയി, അത് കിട്ടിയില്ല. അപ്പം ഇന്നിപ്പം എന്തോ ആഗ്രഹത്തിനാണെന്നറിയത്തില്ല, മോതിരം വേണോന്ന് പറഞ്ഞ് ഇത് കഴിഞ്ഞ ദിവസം കേക്ക് ഉണ്ടാക്കാൻ കുക്കു വാനില എസൻസ് കൊണ്ടുപോയതാട്ടോ. പിന്നെ മോതിരം വേണമെന്ന് പറഞ്ഞു. എനിക്ക് ആളൊന്നും അറിയത്തില്ല. ഞാൻ എൻ്റെ ഒരു വിരലിന്റെ കറണ്ട് ചാർജിന്റെ ബില്ല് വന്ന കാര്യം പറയാൻ അമ്മ വിളിച്ചതാണ്. എന്തോ പറ്റിയോന്നറിയത്തില്ല. 766 രൂപ. എല്ലാ പ്രാവശ്യവും 1000 കൂടുതലാണ്. 1000 വരെ. ചിലപ്പോ കഴിഞ്ഞ മുമ്പത്തെ മാസം 1500 എങ്ങാണ്ടായിരുന്നേ. ഇപ്പൊ ഇപ്രാവശ്യം 766.
എന്താണെന്നറിയാമോ, പകല് മുത്തിവിടെ ഇല്ലല്ലോ. പകല് മുത്തിവിടെ ഇരിക്കുന്ന സമയത്ത് ഫുൾ ടൈം ഫാനൊക്കെ ഇട്ട് ഇരിക്കത്തില്ലേ. അപ്പം അതുകൊണ്ട് ഈ പ്രാവശ്യം കറണ്ട് ചാർജ് കുറവാണ്. പകല് ഇവിടെ ആരും ഇല്ലാത്തതിൻ്റെതായിട്ടുള്ള കുറവുണ്ട്. അപ്പൊ മോനിക്കുട്ടന്റെ വിരലിന്റെ സൈസ് ഒന്നും എനിക്കറിയത്തില്ല. എന്റെ മോതിരമൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ എടുത്തിടുന്നതാണ്. അപ്പൊ ഞാൻ ആ അളവിന് ഒരു മോതിരം മേടിച്ചിട്ടുണ്ട്. നോക്കട്ടെ ചേരുവോ. ഇത് വരലേ പറ്റും. ആ ചേരും. ഇത് കാണിക്കാം മോനിക്കുട്ടന് മേടിച്ച മോതിരം. പിന്നെ അച്ചാച്ചനില്ലേ ഒരു ബോസ് ഉണ്ടായിരുന്നു, അതിനകത്തില്ലേ 10,000 മോതിരം കിടക്കുന്നുണ്ട്. അച്ഛനോട് പറയണം, ഇതോട്ട് കൊറേ മോതിരം ഉണ്ടോ മോനത്? അച്ചാച്ചൻ വെച്ചേക്കൊന്നും എടുക്കണ്ട, അച്ചാച്ചൻ വന്ന് ചോദിച്ചിട്ട് എടുത്താൽ. എന്നെ ചോദിക്കേ എന്തിനാ, ഇപ്പൊ ഉണ്ടല്ലോ, വരുമ്പോ അങ്ങ് ചോദിച്ചാ പോരെ. എന്നാ വാച്ചും വളയൊക്കെ കൊണ്ടുപോയി. എനിക്ക് മാലയും കിട്ടുന്നു, എല്ലാം സൂക്ഷിച്ചോണ്ട്. അച്ഛൻ 20 ദിവസം അച്ഛൻ പോകുന്നില്ലേ മുംബൈയിലെ, ഇത് മാലയാണ് കമ്പി ആരും അതിന്റെ അടിയില്ല. അപ്പൊ പകലത്തെ വിശേഷങ്ങൾ അതൊക്കെയാണ് കേട്ടോ. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാല് മേടിച്ചു. പിന്നെ ഈ പേന മുത്തിന് ഇഷ്ടമാണ്. +1 +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ പേനയാണ് മേടിച്ചത്. അത് ഇത് വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ എന്നോട് പറഞ്ഞു ഇതേ പേനയുണ്ട് മേടിച്ചു. അപ്പു വന്നിട്ടുണ്ട്, അപ്പുന്റെ കൊടുത്തു വിടണമെന്നേ. അപ്പൊ ഞാൻ ഇത് 10 എണ്ണത്തിന്റെ പാക്കറ്റാ. ഞാന് ഡിസ്കൗണ്ട് ഒക്കെ ചോദിച്ച് മേടിച്ച്. 10 രൂപയുടെ പേനയാ, ഡിസ്കൗണ്ട് ഒക്കെ 10 രൂപ ഒരു പേന. കറുപ്പാണ് വേണ്ടുന്നത്. അപ്പൊ മേടിച്ചിട്ടുണ്ട്, അപ്പുന്റെ കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് അടുക്കളയിലെ പണികള്, ചോറുണ്ട്, ഇച്ചിരി മീൻകറി ഇരിപ്പുണ്ട്. അമ്മ അതേ ചമ്മന്തി അരച്ചേ. ഞാൻ വന്നപ്പോ അമ്മ ചമ്മന്തി അരച്ചോണ്ട് നിൽക്കുമായിരുന്നു. തേങ്ങാ ചമ്മന്തി, പച്ചമുളക് വെച്ച് ചമ്മന്തി അരച്ച്. പിന്നെ നമ്മുടെ ചൗച്ചവ്, നിങ്ങളെല്ലാരും എനിക്ക് അതിന്റെ പേരൊക്കെ പറഞ്ഞു തന്നെ, ചൗച്ചവിന്റെ കേട്ടോ. അപ്പൊ അതൊരു മസാല കൂട്ട് പോലെ ഉണ്ടാക്കാവുന്നൊക്കെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോക്കട്ടെ, എനിക്ക് പറ്റുന്നെങ്കിൽ കുളിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഉന്മേഷം തോന്നുന്നെങ്കിൽ ഞാൻ അതും കൂടെ അങ്ങ് ഉണ്ടാക്കിയാൽ നമുക്ക് മീൻകറിയും വേറെ പച്ചക്കറികളൊന്നും ഇല്ലല്ലോ, അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചാട്ടോ. പിന്നെ ഇത് അരി അരച്ചതാട്ടോ, നാളെ കുഞ്ഞിനപ്പം ഉണ്ടാക്കാനുള്ള മാവാണ്. ഞാൻ പോയി കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാം. എന്നിട്ട് നമ്മുടെ ചൗച്ചവ് പ്രയോഗിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എടുക്കാട്ടോ, അല്ലെങ്കിൽ ഈ ഉള്ളതൊക്കെ കൂട്ടി അങ്ങോട്ട് കഴിക്കും. എന്തോടുക്കോ ഇതെന്തിനാ? ഫ്രൂട്ട്സിന്റെ ഉണ്ടോ? ഇത് ഒരു മസാലക്കൂട്ട് പോലെ ഉണ്ടാക്കുന്നത് ഞാനൊരു തമിഴ് ചാനലിൽ കണ്ടു കേട്ടോ. ചാനലിന്റെ പേര് ഞാൻ ഓർക്കുവാണെങ്കിൽ പറയാമേ. തക്കാളിയും ഇതെല്ലാം ഇട്ട് നല്ല ഗരം മസാലയൊക്കെ ചേർത്തൊരു ചോറുണ്ണാൻ പറ്റിയ ഒരു റോസ്റ്റ് പോലെ തേങ്ങയൊക്കെ ചേർത്ത്. അപ്പൊ എനിക്കത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട്. അപ്പൊ ഞാൻ അതുപോലെ ഇതൊന്ന് വെച്ച് നോക്കട്ടെ. ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. ലോങ് വീഡിയോ നിങ്ങൾക്ക് അധികം ആൾക്കാർ കാണാത്തത് കൊണ്ട് ഷോർട്ട് വീഡിയോ ഇടാം. ഷോർട്ട് വീഡിയോ ആകുമ്പോൾ എല്ലാവർക്കും കാണാം, എളുപ്പമുണ്ടല്ലോ. അപ്പോ ലോങ് വീഡിയോക്കകത്ത് ഞാൻ ഇത് റെഡി ആക്കിയിട്ട് ലോങ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. റെഡി ആക്കുന്നവരെ നമുക്ക് ഷോർട്ട് വീഡിയോ എടുക്കാം. രണ്ടും കൂടെ ഇതിനകത്ത് പറ്റത്തില്ല. അപ്പം ചെത്തിയൊക്കെ എടുക്കട്ടെ. എന്നിട്ട് എനിക്ക് ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മേടിക്കാം, എന്നിട്ട് കറിയൊക്കെ വെക്കാം കേട്ടോ. കറി വെക്കാൻ പറ്റുമെന്ന് പറയുന്നു. പിന്നെ മാമി എന്നോട് പറഞ്ഞ് തോരൻ വെക്കാൻ നല്ലതാണ്. പക്ഷെ എനിക്ക് തമിഴ് ചാനലിലെ ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തമിഴ് ടേസ്റ്റ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ അതുകൊണ്ട് റെസിപ്പികളൊക്കെ അതിനകത്ത് നോക്കാറുണ്ട്. ഇതുപോലെ അറിയാൻ വയ്യാത്തതൊക്കെ അതിനകത്ത് നോക്കും. അപ്പൊ എനിക്ക് അവര് വെക്കുന്ന രീതികളൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ വെച്ച് നോക്കാറുണ്ട്. അപ്പൊ ഇതും അതുപോലെ ഒന്ന് വെച്ച് നോക്കട്ടെ, പറഞ്ഞു തരാട്ടോ. എനിക്കിത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് വെച്ച് കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ ഷോർട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കട്ടെ കേട്ടോ. വറ്റൽമുളക് വേണം, പക്ഷെ വറ്റൽമുളക് നമുക്ക് ഇരിപ്പില്ല, കേടായിപ്പോയി. അപ്പൊ ഞാൻ അതിന് പകരം പച്ചമുളകാണ് ചേർക്കുന്നത്. അത്രേ ഉള്ളൂ വ്യത്യാസം. ബാക്കിയൊക്കെ നമുക്ക് അതിനകത്ത് ചെയ്തിരിക്കുന്നത് പോലെ ചെയ്ത് നോക്കാം. ഇനി കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിക്കാനുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമുക്ക് അരികൂടി റെഡിയാക്കാം. ചെത്തി എടുക്കട്ടെ. അരിഞ്ഞെടുത്ത് കേട്ടോ. അതെ, അരിഞ്ഞ് വെള്ളത്തിലിട്ടേക്കുവാണ്. 2-3 പച്ചമുളകും അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു സവാള, ഇത് കുഞ്ഞൊരെണ്ണം അല്ലേ ഉള്ളത്, അതുകൊണ്ട് ഒരു സവാളയും ഇത്ര ഇഞ്ചി ചെറുതിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ.
ഇത്ര ഇഞ്ചിയും ഒരു 6-7 അല്ലി വെളുത്തുള്ളി എടുക്കുക കേട്ടോ. ചതയ്ക്കാനാണ്. ചതച്ച് നമുക്ക് അതിനകത്ത് ചേർക്കാം. അപ്പൊ ചോറ് ഞാൻ വാർത്തിട്ടു. ഇത് കുടിക്കാനുള്ള വെള്ളം കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചിരണ്ടി തക്കാളി വെള്ളത്തിൽ കഴുകാം. സവാള ഒരെണ്ണം എടുത്തത് ഇച്ചിരിയേ ഉള്ളു കേട്ടോ. കാരണം അത് നമ്മൾ ചെറുതാ വാങ്ങിച്ചത്. എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാനത് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം കുഞ്ഞത്, അതിനകത്ത് ഏറ്റവും ചെറുതാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പൊ അതുകൊണ്ട് ഒരു സവാള മതി. ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ചുവന്നുള്ളിയും ചേർക്കാം. പക്ഷെ ചുവന്നുള്ളി എടുക്കാൻ എനിക്ക് വലിയ ഉത്സാഹമൊന്നും തോന്നില്ല. ആ ഇല്ലെന്ന് വരുന്നില്ല. അമ്മമ്മ കിടക്കാൻ പോവാ. അമ്മമ്മയ്ക്ക് വയ്യാതെ. അമ്മമ്മയ്ക്ക് ഇനി ഇരുട്ടത്ത് വരാൻ വയ്യ, അതുകൊണ്ട് അമ്മമ്മ കിടക്കാൻ പോവാ എന്ന് പറഞ്ഞു. ഇത്ര ഇഞ്ചി ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. എല്ലാം കഴുകിയെടുക്കാം. സോറി, കറി വെക്കാതെ അതരിഞ്ഞ് കഴുകി എടുത്ത് വെച്ചേക്കും കേട്ടോ. പിന്നെ തക്കാളി എടുത്തു, സവാള, പച്ചമുളക്, ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാ കേട്ടോ. പിന്നെ അതെ ഒരു പിടി തേങ്ങ ചിരകിയത്. അപ്പൊ ഞാൻ ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ ചിരകിയതിന്റെ കൂടെ പെരിഞ്ജീരകമില്ലേ, അതും വേണം. അപ്പൊ ഇനി നമുക്കിത് അടുപ്പയിലാക്കാം. അടുപ്പയിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് ചട്ടിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ചട്ടിയുടെ കാര്യം നമ്മുടെ വീടിനടുത്തുള്ള മുത്തിന്റെ ഒരു കൂട്ടുകാരനുണ്ട് കേട്ടോ. അപ്പൊ അവിടുത്തെ പുള്ളിക്കാരി, ആ മുത്തിന്റെ കൂട്ടുകാരന്റെ അമ്മ ചോദിച്ചായിരുന്നു വീഡിയോ കണ്ടിട്ട് ഇത് എവിടുന്നാണ് കേട്ടോ. ഇത് എല്ലായിടത്തും കിട്ടുന്നതാണ്. മൺചട്ടികൾ വിൽക്കുന്ന കടയിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. അല്ലാതെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഞാൻ പോയി ചോദിച്ചായിരുന്നു കേട്ടോ. പാത്രങ്ങളൊക്കെ എല്ലാം ഉണ്ടല്ലോ അവിടെ. അങ്ങനെ ഞാൻ പോയി ചോദിച്ചപ്പം ഇതവിടെ കിട്ടിയില്ല. പിന്നെ മൺചട്ടികൾ മാത്രം വിൽക്കുന്ന ഒരു കടയിൽ ആ ചേച്ചിയുടെ അടുത്ത് പോയി മേടിച്ചോണ്ട് വന്നു. ഇതിന്റെ ഒരു റെഡ് ഓക്സൈഡിന്റെ കളറിലെ ഉള്ളതുകൊണ്ട് കേട്ടോ. പക്ഷെ അതിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അതുപോലത്തെ ചട്ടി മേടിച്ചിട്ട് കഴുകി ഉടനെ കളർ ഇളകി വരുന്നത്. പക്ഷെ ഞാൻ മേടിച്ചതിനകത്ത് അങ്ങനെ കളർ ഇളകുന്നൊന്നുമില്ല. ഇതിന് അങ്ങനെ ഒന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. കറുപ്പ് മേടിച്ച ഒരു പ്രശ്നമില്ല. റെഡ് ഓക്സൈഡ് മേടിച്ച ചിലർക്ക് അങ്ങനെ കുഴപ്പമുണ്ട്. അതുകൊണ്ട് കറുപ്പ് മേടിക്കുന്നതാണ് നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. ആ വീഡിയോ കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ടോ. പക്ഷെ ഞാൻ മേടിച്ചതിന് അത്ര പ്രശ്നമൊന്നുമില്ല. എന്തായാലും ഇന്നിപ്പോ നമ്മൾക്ക് ഇതിനകത്ത് കറി വെക്കാം. നമ്മുടെ ചൗ ഇത്രയൊക്കെ ആയേ. ഇനി ഇത് ഞാൻ അടച്ചു വെച്ച് വേവിക്കട്ടെ. രണ്ടടേ ചുമ്മാ വിളിച്ചാമേ. വീട്ടിൽ ചെന്ന് ഞാനന്ന് അവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഞാൻ ഓർക്കത്തില്ലല്ലോ. നമ്മളന്ന് കണ്ടേ ജിമ്മിന്റെ ഫ്രണ്ടിലുള്ള ഹോട്ടല്, അവിടെ പോയാ കഴിച്ചേ. പിന്നെന്തോ അമ്മേ? ഞാൻ കുറച്ച് കഴിഞ്ഞ് വീഡിയോ കോൾ ചെയ്യാമേ. ഇപ്പോഴേ കുക്കു വിളിച്ചോണ്ടിരിക്കുവായിരുന്നു. ഒരു കാര്യം ഞാൻ നോക്കുവായിരുന്നു. നോക്കട്ടെ. അത് നോക്കിയിട്ട് അപ്പൊ തന്നെ വിളിയെന്നാ. ശരി. ഒരു കാര്യം കാണിക്കട്ടെ. ഇത് കണ്ടു. ഇത് കണ്ടോ? മറ്റേ പേഴ്സാ. ഇത് വെള്ളയാവും കേട്ടോ. ഇത് റെഡാണ്. എന്നെ എടുത്തോളെ. ഞാൻ പേന മേടിച്ച് കൊടുത്തു വിട്ടേക്കട്ടെ. അപ്പുവിന്റെ വുഡൻ പേന വേണമെന്ന് പറഞ്ഞില്ലേ തായ്ക്ക്? അത് അപ്പുവിന്റെ കൊടുത്തു വിട്ടേക്കട്ടെ. ചമ്മന്തിപ്പൊടി വേണോ? എന്തോ പറയണ? പാൽപ്പൊടിയോ? നമ്മുടെ കറി ഇതേ റെഡിയായി കേട്ടോ. ഇത് പരീക്ഷണം വിജയിച്ചോ ഇല്ലയോ, രുചിയുണ്ടോ എന്നൊക്കെ ഞാൻ എൻ്റെ പ്രിയങ്ങളോട് പുറകാലെ പറയുന്നതായിരിക്കും. എന്തായാലും ഇന്നിത്തിരി താമസിച്ച് അത്താഴം കഴിക്കാൻ നമുക്ക് കഴിക്കാം. ഇത് ഇത്തിരി വേവ്
ഉണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ ഞാൻ നമ്മൾ സാധാരണ കഴിക്കുന്നതിലും സമയം ഇച്ചിരി വൈകിട്ടുണ്ട്, 8:45 ആയി. എന്നാലും നമ്മളൊരു പുതിയ വിഭവം കഴിക്കാൻ പോവാണ് എന്നുള്ളൊരു സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് വിളമ്പാമേ. ഞാൻ ചോറും ചമ്മന്തിയും മീൻകറിയും വിളമ്പി കേട്ടോ. വീഡിയോ ഓൺ ആണ് എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ നിൽക്കുമായിരുന്നു. പറ്റിയില്ല കേട്ടോ, സോറി മൈ ഡിയേഴ്സ്. അപ്പൊ ഇന്ന് ഞാൻ ചമ്മന്തിപ്പൊടി എടുക്കുന്നില്ല, നമുക്ക് തേങ്ങാ ചമ്മന്തി ഉള്ളതുകൊണ്ട് അതിന് പകരം തേങ്ങാ ചമ്മന്തി. പിന്നെ നമ്മുടെ പുതിയ വിഭവം ഞാൻ അമ്മിണി എടുത്ത് നോക്കട്ടെ, കഴിച്ചിട്ട് രുചി ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ പ്രിയങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ നോ കേട്ടോ. അപ്പൊ നമുക്ക് ഇതിച്ചിരി വിളമ്പാം. നല്ലതാ വിളമ്പി. മാങ്ങാച്ചാർ നല്ലതാണോ? പിന്നെ മാങ്ങാച്ചാറിന് എന്തോ കുഴപ്പം? പേടിയാണ്. വെള്ള കടുമാങ്ങ കേടാകുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഫ്രിഡ്ജിലാക്കിയായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. അപ്പൊ ആരോ കടുമാങ്ങയുടെ റെസിപ്പിയൊക്കെ ചോദിച്ചായിരുന്നു. മാമിയുടെ സ്പെഷ്യലാണ്. അപ്പൊ മാമി എപ്പോഴെങ്കിലും കടുമാങ്ങ ഇടുമ്പോൾ എനിക്ക് പറ്റുമെങ്കിൽ വീഡിയോ ഒക്കെ എടുത്തിടാം കേട്ടോ. ഉറപ്പൊന്നും പറയുന്നില്ല, കാരണം പകലൊക്കെ മാമി എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോൾ അല്ലെ അമ്മ എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്യുമ്പോൾ ഞാൻ അടുത്തില്ലാത്തത് കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. എന്നാലും എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ അവധി ഉള്ളപ്പോഴൊക്കെ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ എടുക്കാം കേട്ടോ. പ്രത്യേകിച്ച് അവിടെ അടുക്കളയിൽ വെട്ടം കുറവാണ് രണ്ടിടത്തും. മാമിക്കാണെങ്കിൽ അവിടെ ഞാൻ പറഞ്ഞിട്ടില്ലേ, കുഞ്ഞ് പാത്രം കഴുകുന്ന ഒരു സിങ്കും പിന്നെ അവിടെ ഫ്രിഡ്ജ് കൂടി വെച്ചപ്പോഴത്തേക്ക് കുഞ്ഞൊരു അടുക്കള ഉള്ളതിനകത്ത് പിന്നെ ഗ്യാസ് വെക്കാനുള്ള ഇടമൊന്നുമില്ല. പുറത്തൊരു ചരിപ്പ് പോലെയുണ്ട്, അവിടെയാണ് മാമി ഗ്യാസും ഒക്കെ വെച്ചേക്കുന്നത്, അടുപ്പ് കൂട്ടിയേക്കുന്നതൊക്കെ അവിടെയാണ്. അപ്പൊ അതിനകത്ത് ടാർപ്പായുടെ വെട്ടം മറഞ്ഞിരിക്കും, ടാർപ്പാ ഇട്ടേക്കുന്നതുകൊണ്ട് വെട്ടം കിട്ടത്തില്ല. അമ്മയുടെ അടുക്കലാണേലും അതുപോലെ കേട്ടോ, അടുക്കളയൊന്നും ശരിയല്ലാത്തതുകൊണ്ട് ഇരുട്ടാണ്. അപ്പൊ നോക്കാം, എപ്പോഴേലുമൊക്കെ ഇതുപോലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ എടുത്തിടാം കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ അത്താഴം ഇതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം പുതിയ വിശേഷങ്ങളുമായിട്ട് കാണാം. എൻ്റെ ചക്കര മുത്തുമണികൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി അറിയിക്കുന്നു കേട്ടോ. അപ്പോൾ ടാറ്റാ, ഓക്കെ, ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.